വാസുവായിരുന്നു കള്ളന്മാരുടെ നേതാവ്. വാസുവായിരുന്നു മോഷണത്തിന് തിരക്കഥ എഴുതിയത്. വാസുവായിരുന്നു ഈ മോഷണത്തിന്റെ ആസൂത്രണം നടത്തിയത്. വാസുവായിരുന്നു ഈ മോഷണത്തിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത്. അതുകൊണ്ട് തന്നെ വാസു ആയിരുന്നിരിക്കണം മോഷണ മുതലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അടിച്ചുകൊണ്ടുപോയത്. അങ്ങനെ ഒരു വാസുവിനെ മാത്രം രക്ഷിക്കാൻ എങ്ങനെ കഴിയും എന്ന ചോദ്യം പ്രസക്തമായി. പിണറായിയുടെ പോലീസിനെ അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. കാരണം കള്ളന്മാരെ രക്ഷിക്കുക, കൊള്ളക്കാരെ രക്ഷിക്കുക, നിരപരാധികളെ ശിക്ഷിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ നയം. ഏതു നിരപരാധിയെയും ശിക്ഷിക്കാൻ ഇവർക്ക് പ്രത്യേക വിരുദാണ്. കള്ളക്കേസ് ചുമത്തി നിരപരാധികളെ ജയിലിൽ അടയ്ക്കുക, കള്ളന്മാരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുക. ഇതാണ് പിണറായിയുടെ പോലീസിന്റെ മുഖമുദ്ര. പക്ഷെ ഇവിടെ ഒരു പാളിച്ച പറ്റി. ഈ അന്വേഷണം നടത്തുന്നത് പിണറായിയുടെ പോലീസ് ആണെങ്കിലും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് കേരള ഹൈക്കോടതിയാണ്. അതാത് സമയങ്ങളിൽ കേരള ഹൈക്കോടതിയിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കോടതി വിലയിരുത്തുകയും റിപ്പോർട്ടിലെ പഴുതുകളെ കുറിച്ച് ചോദ്യം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മറ്റൊരു നിവൃത്തിയുമില്ലാതെ വാസുവിനെ ഇന്നലെ മൃദുവായി സ്നേഹപൂർവ്വം അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വാസുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു രാവിലെ. വൈകുന്നേരം വരെ വാസുവിനെ ചോദ്യം ചെയ്തു. വൈകുന്നേരമായപ്പോൾ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസ് വാഹനത്തിൽ കയറ്റി വാസുവിനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കി രാത്രി തന്നെ വാസുവിനെ റിമാൻഡ് ചെയ്തു. വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ മുഹൂർത്തം നോക്കിയിരുന്ന പോലീസ് ബോധപൂർവമാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. മിനിഞ്ഞാന്ന് ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിലേക്ക് രാജ്യം ആകാംക്ഷയോടെ ആശങ്കയോടെ നോക്കിയിരിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള വാർത്തകൾ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ വാസുവിന്റെ അറസ്റ്റ് ആഘോഷിക്കപ്പെടാതെ പോകും എന്ന് കണക്കാക്കി. എന്ന് മാത്രമല്ല, ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളും പുറത്തു വന്ന ദിവസമായിരുന്നു. പക്ഷേ വാസുവിനെ പോലൊരു പെരുങ്കള്ളനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അവഗണിക്കാൻ കേരളീയ സമൂഹത്തിന് കഴിയുമായിരുന്നില്ല. അയ്യപ്പ ഭക്തർക്ക് കഴിയുമായിരുന്നില്ല. കാരണം അയ്യപ്പനെ കൊള്ളയടിക്കാൻ, അയ്യപ്പനെ ഇല്ലാതാക്കാൻ വേണ്ടി ജനിച്ച മനുഷ്യനാണോ വാസു എന്ന് സംശയിക്കേണ്ട സാഹചര്യം വാസുവിന്റെ കരിയറിൽ ഉടനീളമുണ്ട്.